ഇറാൻ ഇസ്രായേൽ സംഘർഷം, ആക്രമണത്തിൽ പങ്കുചേർന്ന അമേരിക്ക. ഇറാനെതിരെ അമേരിക്ക ഉപയോഗിച്ച B-2 ബോംബറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ് B-2 ബോംബറിനെ ആദ്യമായി രൂപകൽപ്പന ചെയ്തത്. നോർത്ത്രോപ്പ് ഗ്രൂമാൻ എന്ന അമേരിക്കൻ കമ്പനി നിർമ്മിച്ച ഈ ബോംബർ 1989 ആദ്യമായി പറന്നുയർന്നു. 1997 അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായി. അതിനുശേഷം ലോകമാകെ പല യുദ്ധങ്ങളിലും അമേരിക്കയുടെ വജ്രായുധമായി B-2 സ്പിരിറ്റ് പ്രവർത്തിച്ചു. കൊസോവോ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ എന്നിവിടങ്ങൾ B-2 സ്പിരിറ്റ് വീരതയും നിശബ്ദതയും ഒരുപോലെ കാട്ടിയ യുദ്ധഭൂമികളാണ്. B-2 സ്പിരിറ്റ് ആദ്യമായി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ലോകം മുഴുവൻ ആശ്ചര്യത്തിലായിരുന്നു. കാരണം അതിന്റെ അദൃശ്യമാകാനുള്ള കഴിവ് തന്നെയായിരുന്നു. ഇത് അക്കാലം മുതൽ തന്നെ ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിരുന്നു എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. അതാണ് B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ. പ്രത്യക്ഷമാകാതെ ആക്രമിക്കാൻ പറ്റുന്ന വിമാനമെന്ന ആശയം മനുഷ്യൻ ചിന്തിച്ചിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമായ ആദ്യ സാങ്കേതിക മികവുള്ള പതിപ്പ് B-2 സ്പിരിറ്റിൻ്റെതാണ്. സ്റ്റെൽത്ത് ടെക്നോളജി എന്നത് അക്കാലത്ത് ചരിത്രപരമായ മുന്നേറ്റമായിരുന്നു. ഇൻവിസിബിൾ ടു റഡാർ അതായിരുന്നു B-2 സ്പിരിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യോമരംഗത്തെ അസാധാരണമായ പോരാളിയായാണ് B-2 ബോംബറുകൾ അറിയപ്പെടുന്നത്. B-2 വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അദൃശ്യമാകാനുള്ള ശേഷി തന്നെയാണ്. റഡാർ സംവിധാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സഹായിക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പനയും റഡാർ തരംഗങ്ങളെ ആഗീകരണം ചെയ്യുന്ന പ്രത്യേക ആവരണങ്ങളും ഇതിനുണ്ട്. ഈ സാങ്കേതികത കാരണം ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് B-2 ബോംബറിനെ കണ്ടെത്താൻ കഴിയില്ല. ഇത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമണം നടത്താൻ B-2വിനെ പ്രാപ്തനാകുന്നു. B-2 ബോംബറുകൾ വലിയ തോതിലുള്ള ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്നവയാണ്. 15,000 മീറ്റർ വരെ ഉയരത്തിൽ ആക്രമണ ദൗത്യങ്ങൾ നടത്താൻ ഇവയ്ക്ക് സാധിക്കും. ഫ്ലൈയിങ് വിങ് അഥവാ പറക്കും ചിറക് രൂപകൽപ്പനയാണ് B-2വിൻ്റേത്. 2 പൈലറ്റുമാരാണ് B-2 ബോംബർ പ്രവർത്തിപ്പിക്കുന്നത്. ഈ വിമാനങ്ങളിൽ മാത്രമാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ സാധിക്കുന്നത്. സ്റ്റെൽത്ത് ടെക്നോളജി അധിഷ്ഠിതമാണ്. അപ്പോൾ ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് റഡാർ സംവിധാനത്തിന്റെയും കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ള അതിവേഗതയിൽ ശത്രുരാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്തി തിരിച്ചു വരാൻ കഴിവുള്ള യുദ്ധവിമാനങ്ങളെയാണ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. B-2 എന്ന് പറയുന്നത് ഒരു സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. 2 പൈലറ്റുമാരുടെ സംഘമാണ് B-2വിനെ നയിക്കുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് 11,100 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ശേഷി B-2വിനുണ്ട്. പേലോഡ് കപ്പാസിറ്റി ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പുറമെ ഗൈഡഡ് ബോംബുകളും അതുപോലെ തന്നെ ന്യൂക്ലിയർ ബോംബുകളും വഹിക്കാനുള്ള ശേഷി B-2വിനുണ്ട്. B-2 ബോംബറിന് വലിയ തോതിലുള്ള ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കും. 6.2 മീറ്റർ നീളമുള്ള 30,000 പൗണ്ട് ഭാരമുള്ള MOP ബങ്കർ ബസ്റ്റർ ബോംബറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏക അമേരിക്കൻ ബോംബറാണ് B-2 ബോംബറുകൾ. B-2 ബോംബറിന് 15 ടൺ ഭാരമുള്ള 2 ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഭൂമിക്കടിയിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യവും ശക്തവുമായി പ്രഹരിക്കാൻ B-2 ബോംബറുകൾ കൊണ്ട് സാധിക്കും. ഇനി ഈ യുദ്ധവിമാനം വഹിക്കുന്ന അമേരിക്കൻ ബങ്കർ ബസ്റ്റർ ബോംബ് GBU-57ന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഭൂഗർഭ ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബാണ് GBU-57. ഇതിന് 20 അടിയോളം നീളമുണ്ട്. 13,600 കിലോയാണ് ബോംബിന്റെ ആകെ ഭാരം. ഇതിൽ സ്ഫോടനാത്മകമായ 2,700 കിലോ പേലോഡും ഉൾക്കൊള്ളും. ഈ യുദ്ധവിമാനം ഒരു ശത്രുരാജ്യത്തിന്റെ ആകാശവലയത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ആ രാജ്യം നേരിടാൻ പോകുന്നത് വലിയ ആപത്തുകളെയാണ്.